വയനാട് വൈത്തിരിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ദേശീയപാതയിലെ ഹണി മ്യൂസിയത്തിന് സമീപമാണ് ആന എത്തിയത്. ദൃശ്യങ്ങൾ കാണാം. സുർജിത്ത് അയ്യപ്പത്ത് തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായും ചേരുന്നത്. സുർജിത്ത്, പ്രത്യേകിച്ച് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അക്രമാസക്തനൊന്നും അല്ലെന്ന് തോന്നുന്നു, അറിയില്ല. തീർച്ചയായും അനുജ, ഒരു തരത്തിലുള്ള അക്രമ സ്വഭാവവും ആന കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഹണി മ്യൂസിയം എന്ന് പറയുന്നത് ഹൈവേയോട് ചേർന്ന്, അതായത് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വൈത്തിരിയിലെത്തുമ്പോൾ വൈത്തിരി നഗരത്തിൽ തന്നെ, അതായത് റോഡരികിൽ തന്നെയുള്ള ഒരു ഹണി മ്യൂസിയമാണ്. ആ ഹണി മ്യൂസിയത്തിലേക്കാണ് ഇന്നലെ കാട്ടാനകൾ എത്തിയത്. 2 കാട്ടാനകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഇപ്പോൾ അത് അവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ സൗകര്യമുണ്ട്, ഒരു പാർക്ക് പോലെയൊക്കെ സൗകര്യമുണ്ട്. ആ ഹണി മ്യൂസിയത്തിലാണ് ആ പാർക്കിൽ ഉള്ള കുട്ടികൾക്ക് കളിക്കുന്ന സാമഗ്രികൾ അത് കറക്കുന്നതൊക്കെ ആ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ മേഖലയിൽ, അതായത് കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്, അതിങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ കറങ്ങി ഏതാനും സമയം ഇവിടെ 2 ആനകൾ നിലയുറപ്പിച്ചു. അതിനുശേഷം അതിലൊരാനയാണ് ഇങ്ങനെ ഒരു ദൃശ്യം, അതായത് ഇതിങ്ങനെ കളിക്കോപ്പുകളൊക്കെ ഇങ്ങനെ കളിക്കുന്ന ആ ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനുശേഷം അവർ തിരിച്ച് വനമേഖലയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ ഈ മേഖലയിലെല്ലാം തന്നെ കാട്ടാനകൾ നിരന്തരം ഇറങ്ങുന്ന ഒരു രീതിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി അത്തരത്തിൽ കാട്ടാനകളെ ഓടിക്കാനുള്ള ദൗത്യമൊക്കെ വനംവകുപ്പ് നടപ്പാക്കിയതാണ്. തോട്ടം മേഖലയുണ്ട്, ആ തോട്ടം മേഖലയിൽ ഉൾപ്പെടെ കാട്ടാനയുടെ ശല്യം വലിയ രീതിയിലുണ്ട്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അതാണ് അവിടെ വന്ന് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിക്കുന്നു. അതുപോലെ തന്നെ കറക്കി നോക്കുകയാണ്. കുഞ്ഞുങ്ങളിരുന്ന് കറങ്ങുന്ന ഒരു ഉപകരണമുണ്ട്, അതിൻ്റെ പേരെനിക്കറിയില്ല. അത് കറക്കി നോക്കുകയാണ്, തുമ്പിക്കൈ വെച്ച് കറക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ദേശീയപാതയിൽ വയനാട്ടിൽ ഹണി മ്യൂസിയത്തിന് സമീപമാണ് ആന എത്തിയത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.